നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു എ സിയിൽ തണുപ്പ് വരുന്നില്ല പറഞ്ഞ കംപ്ലൈൻറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. സ്വിച്ച് ഓൺ ചെയ്തിട്ട് എ സി ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എ സിന്ന് കാറ്റ് വരുന്നുണ്ട്, ചെറിയൊരു തണുപ്പ് മാത്രമേ വരുന്നുള്ളൂ. കവറൊക്കെ ഒന്ന് പൊക്കി നോക്കാം. നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഒന്ന് ചെക്ക് ചെയ്യണം. ബാക്കിൽ ഔട്ട്ഡോർ പോയി നോക്കാം. ഇവിടെയാണ് ഔട്ട്ഡോർ വെച്ചിട്ടുള്ളത്. ഔട്ട്ഡോർ കംപ്രസർ ഫാനൊക്കെ വർക്കിംഗ് ആണ്. ഇതിൻ്റെ ഇവിടുത്തെ ഔട്ട്ഡോറിലെ ജോയിൻറ്റിലൊന്നും ലീക്കൊന്നും കാണുന്നില്ല. ഡിസ്ചാർജ് പൈപ്പ് ചെറിയ തണുപ്പുള്ളൂ, സെക്ഷൻ ഒട്ടും തണുപ്പില്ല. പിന്നിൽ കുത്തി നോക്കുമ്പോൾ ചെറുതായിട്ട് ഗ്യാസ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഡോർ ജോയിൻ്റ് ഒന്ന് നോക്കാം. ഇൻഡോർ പൈപ്പ് ജോയിൻ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ അകത്ത് നിന്ന് തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കവറൊക്കെ ഒന്ന് അയക്കണം ജോയിൻ്റ് നോക്കാൻ വേണ്ടിയിട്ട്. ലീക്ക് ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ടാണ് ഗ്യാസ് ലീക്ക് കണ്ടുപിടിക്കുന്നത്. ലീക്കുള്ള സ്ഥലത്ത് ഈ ബീപ്പ് സൗണ്ട് നീട്ടി ബീപ്പ് സൗണ്ട് അടിക്കുക. ലൈറ്റും ഫുള്ളായിട്ട് ലൈറ്റും കത്തും. നോക്കാം എവിടെയെങ്കിലുമൊക്കെ ലീക്ക് ഉണ്ടോ എന്ന് നോക്കാം. ഇതിൻ്റെ താഴെ ഇവിടെയാണ് ഇൻഡോർ ജോയിൻ്റ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ലീക്ക് ഉണ്ട് കേട്ടോ. അതാണ് നീട്ടി ബീപ്പ് സൗണ്ട് കേട്ടത്. കറക്റ്റ് നോക്കാൻ സ്ഥലം കണ്ടില്ലേ. ഇതാ ഇവിടെ തന്നെയാണ് ലീക്കുള്ളത്. ഇപ്പോൾ ജോയിൻറ്റിൽ ലീക്ക് വന്നിട്ടുണ്ട്. ഈ പൈപ്പിൻ്റെ ടാപ്പൊക്കെ നയിച്ച് നോക്കാം. ഇതാണ് ഇതിൻ്റെ ജോയിൻറ്റ്. നമ്മൾ ഡിസ്ചാർജ് പൈപ്പിലാണോ സെക്ഷൻ പൈപ്പിലാണോ എന്നുള്ളത് നോക്കാം. സെക്ഷൻ പൈപ്പിൽ ഇതാ ഇവിടെ വെക്കുമ്പോൾ ലീക്കുണ്ട്. ഇപ്പോൾ ഫ്ലെയറിങ്ങിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് സോപ്പ് വെച്ചിട്ട് കലക്കിയിട്ടൊന്ന് കറക്റ്റ് നോക്കാം. സോപ്പ് വെക്കുമ്പോൾ ലീക്ക് വരുന്നത് അറിയാൻ പറ്റും. ഡിസ്ചാർജ് പൈപ്പിലിട്ടിട്ട് ഒന്നും കാണുന്നില്ല കേട്ടോ. ഈ സെക്ഷൻ പൈപ്പിൽ നോക്കാം. സെക്ഷൻ പൈപ്പിലാണ് ലീക്ക് കണ്ടിട്ടുള്ളത്. ഇവിടെ ലീക്ക് ഉണ്ട്. ഇവിടെ ഒരു ബബിൾസ് ഇങ്ങനെ വരുന്നുണ്ട് ചെറുതായിട്ട്. ഇവിടെ ലീക്കായിട്ടുണ്ട്. ഇവിടെ പൈപ്പ് അയച്ചിട്ട് ഫ്ലെയർ നട്ടും മാറ്റി നമുക്ക് ആദ്യമൊന്ന് പുതിയ ത്രെഡ് ചെയ്യണം. ഈ ത്രെഡിങ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ലീക്ക് വന്നിട്ടുള്ളത്. ഡിസ്ചാർജ് പൈപ്പ് വയ്ക്കുക. നമുക്ക് ഈ പൈപ്പ് കട്ട് ചെയ്തിട്ട് പുതിയ ത്രെഡ് ചെയ്യണം. ഫ്ലെയർ നട്ടും നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പുതിയ ഫ്ലെയർ നട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇത് ഫ്ലെയറിങ് ചെയ്യാണ്. അതാണ് നമ്മൾ ചെയ്ത കറക്റ്റ് ഫ്ലെയറിങ്. അപ്പോൾ ആദ്യത്തെ നോക്കിയാൽ അറിയാൻ പറ്റും ഫ്ലെയറിങ്ങും ഇതും തമ്മിലുള്ള മാറ്റം. ഡിസ്ചാർജ് പൈപ്പും ആദ്യമൊന്ന് ഫ്ലെയർ ചെയ്ത് പുതിയ ഫ്ലെയർ നട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ത്രെഡ് സീൽ ചുറ്റിയിട്ട് ആണ് ടൈറ്റ് ചെയ്യുന്നത്. പൈപ്പ് രണ്ടും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലീവൊക്കെ ചുറ്റി ടാപ്പ് ചെയ്യണം. ഇവിടെ ടാപ്പൊക്കെ ചുറ്റി അകത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നേഴ്സിൻ്റെ കവറൊക്കെ ഇട്ടിട്ട് അകത്തെ പണി ഫിനിഷിങ് ചെയ്യാം. ഇവിടുത്തെ കഴിഞ്ഞ് ബാക്കിൽ പോയിട്ട് എ സി വാക്വം ചെയ്യണം, ഗ്യാസ് ചാർജ് ചെയ്യണം. ഇനി ബാക്കിലോട്ട് പോകാം. ഏകദേശം ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാക്വം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലുള്ള എയറൊക്കെ കളയാൻ വേണ്ടി ആണ് വാക്വം ചെയ്യുന്നത്. വാക്വം പമ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയം വാക്വത്തിലായിട്ടാണ് നമ്മൾ ഗ്യാസ് ചാർജ് ചെയ്യുന്നത്. ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞ് വാക്വം ആയിട്ടുണ്ട്. നമുക്ക് വാക്വം പമ്പ് അഴിച്ച് മാറ്റിയിട്ട് ഗ്യാസ് ഫില്ല് ചെയ്യാം.
ആദ്യം കുറച്ച് ഗ്യാസ് ഇതിൽ കയറ്റിയിട്ടാണ് നമ്മൾ AC പിന്നെ ഓൺ ചെയ്തിട്ടാണ് ഗ്യാസ് കറക്റ്റ് ചെയ്യണത്. ഇപ്പോൾ കുറച്ച് ഗ്യാസ് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് AC പോയിട്ട് AC ഓൺ ചെയ്യാം. AC ഓൺ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഗ്യാസ് കറക്റ്റാണ് കയറിയിട്ടുള്ളത്. ഇനി ഏകദേശം ACയിൽ ഗ്യാസ് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളിതൊക്കെ ഇനി ചാർജ് ലൈനും ഇതൊക്കെ ഇനി അയക്കാം. ഇവിടെ ചാർജിൻ്റെ ലൈനിൻ്റെ അവിടെ നെറ്റില്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഏകദേശം AC നല്ല കൂളിംഗ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫിൽറ്റർ ഇടാം. നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വർക്കുമായി കാണാം.